അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ ചരിത്ര കഥ തുടരുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുവാൻ പലരും ആഗ്രഹിക്കപ്പെടുകയും ചിലർ അന്വേഷിച്ചു വരികയും ചെയ്തിരുന്നു. എങ്കിലും അത്തരം മാന്യന്മാരോടൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ അർഹിക്കുന്ന രീതിയിൽ തന്നെ അവരോട് വിലക്കി. അപ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്നെയായിരുന്നു. ഹിജ്റ 2-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചു. ആ വിവരം തിരുദൂതർ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ സ്തുതി ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം അലി റളിയല്ലാഹു അൻഹു കയ്യിലുണ്ടായിരുന്ന പടയങ്കി വിറ്റു 400 ദിർഹം മഹറായി കൊടുത്തു. ആ നിക്കാഹ് വളരെ ധന്യമായി നടന്നു. പ്രമുഖരെല്ലാം ഒത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നടത്തി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോൾ ഫാത്തിമ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് താമസം മാറേണ്ടി വന്നു. ഒരു മെടഞ്ഞ കട്ടിൽ, ഈത്തപ്പന നാര് നിറച്ച തലയിണ, ഒരു തോൽപാത്രം, ഒരു കപ്പ്, ഇങ്ങനെ ഏതാനും ഉപകരണങ്ങൾ മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന നൂറുകണക്കിന് ഉപകരണങ്ങൾ നോക്കുക, ഫാത്തിമ ബീവിക്ക് വീട്ടിലുണ്ടായിരുന്ന ഗൃഹോപകരണങ്ങളും നോക്കുക. ഉപ്പയെ പിരിഞ്ഞ സങ്കടം മകൾക്കോ, മകളെ പിരിഞ്ഞ സങ്കടം ബാപ്പാക്കോ സഹിക്കാനായില്ല. മകൾ അടുത്തായിരുന്നുവെങ്കിൽ എന്ന് ഉപ്പ ആശിച്ചു പോയി. ഉപ്പയെ എപ്പോഴും കാണുവാൻ പൊന്നുമോളും കൊതിച്ചു. ഹാരിസത്ത് നുഅ്മാൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് ഏതാനും ചില വീടുകൾ പള്ളിക്കടുത്തുണ്ടായിരുന്നു. ഹാരിസ് റളിയല്ലാഹു അൻഹു ഉപ്പയുടെയും ആ മകളുടെയും വിഷമം മനസ്സിലാക്കി, തിരുദൂതരെ, ഞാൻ അങ്ങേക്കൊരു വീട് തരാം. എനിക്കുള്ളത് മുഴുവൻ അള്ളാഹുവിനും അവന്റെ റസൂലിനുമാണ്. അതുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഈ വീട്ടിലേക്ക് താമസിപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ പറയുന്നത് സത്യമാണ്. നിനക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ താമസം ഹാരിസ റളിയല്ലാഹു അൻഹു കൊടുത്ത വീട്ടിലേക്ക് താമസം മാറ്റി. ആ വീട് ഉപ്പാക്ക് കാണുന്നിടത്ത് തന്നെ ആയിരുന്നു. തന്റെ മോളെ അതിരില്ലാതെ സ്നേഹിക്കുന്ന ആ വാത്സല്യ പിതാവ് എല്ലാ പ്രഭാതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകളുടെ വീട്ടിലേക്ക് നോക്കും. സുബ്ഹി ബാങ്ക് കൊടുത്താൽ ആ വാതിൽ കട്ടിലിൽ പിടിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൺകുളിർക്കെ മകളെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് യാത്ര കഴിഞ്ഞു വന്നാലും 2 റക്അത്ത് പള്ളിയിൽ കയറി സുന്നത്ത് നിസ്കരിച്ചതിന് ശേഷം എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോകും. എന്നിട്ട് കുറച്ചു സമയം അവിടെ ഇരിക്കും. ശേഷമാണ് ഭാര്യയുടെ സമീപത്തേക്ക് പോവുകയുള്ളൂ. മുഹമ്മദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്നിവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങോട്ടോ യാത്ര പുറപ്പെട്ടു. കൂടെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും ഉണ്ടായിരുന്നു. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹുവിന് 2 വളയും കാതിലിടുന്ന ആഭരണങ്ങളും ലഭിച്ചു. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അത് തന്റെ ഭർത്താവും ഉപ്പയും കാണാനായി ചുമരിൽ തൂക്കി. പൊന്നുപ്പ ഇത് കണ്ട് അവിടെ നിന്ന് ദുഃഖത്തോടെയുള്ള മുഖവുമായി അവിടുന്ന് പള്ളിയിലേക്ക് പോയി. അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് കാര്യം മനസ്സിലായി. എന്റെ പൊന്നുപ്പാക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. മകൾ അതെല്ലാം ഊരിയെടുത്തു ഉപ്പയെ കൊള്ളെ കൊടുത്തയച്ചു. കൊണ്ടുപോകുന്ന ആളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നീ ഉപ്പയോട് മകൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഈ കാണുന്നതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. ഉപ്പ അത് അങ്ങനെ തന്നെ നിറവേറ്റി. ഉപ്പ ചോദിച്ചു, ഫാത്തിമ അങ്ങനെ പറഞ്ഞോ? എന്റെ മോൾ അങ്ങനെ പറഞ്ഞു. ഈ ദുനിയാവ് തന്നെ സാക്ഷി. ഈ ദുനിയാവ് മുഹമ്മദിനില്ല, തന്റെ കുടുംബത്തിനുമില്ല. അള്ളാഹുവിന്റെ അടുത്ത് ഒരു കൊതുകിന്റെ ചിറകിന്റെ സ്ഥാനമെങ്കിലും ഈ ദുനിയാവിന് ഉണ്ടായിരുന്നുവെങ്കിൽ സത്യനിഷേധിക്ക് ഒരിറക്കി വെള്ളം പോലും അള്ളാഹു നൽകുമായിരുന്നില്ല. അങ്ങനെ അഹ്ലു ബൈത്ത് പിറക്കുകയായി. അവിടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒരു പൊന്നുമോൻ പിറന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ
ഹസൻ എന്ന് പേരിട്ടു. പിന്നീട് ഹുസൈൻ, മുഹ്സിൻ, ഉമ്മു സൈനബ, ഉമ്മു കുൽസു എന്നിവരും ഉണ്ടായി. റുഖിയ എന്നൊരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഈ കുട്ടികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കണ്ണിലുണ്ണികളായിരുന്നു. അവിടുന്ന് അവരെ കണ്ട് സന്തോഷിച്ചു അവരോടൊപ്പം സമയം ചിലവഴിക്കും. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നോക്കി നിൽക്കുമ്പോൾ വല്ലിപ്പ പേരക്കുട്ടികളോടൊപ്പം നല്ല കളിയിലായിരിക്കും. ആ കളിക്കനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞുങ്ങൾക്കൊപ്പം കുനിഞ്ഞിരുന്നു കൊടുക്കും. ഹസനും ഹുസൈനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് കയറിയിരിക്കും. അവിടുത്തെ വാഹനമാക്കും മക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തോളിലേറ്റ് മുട്ടുകുത്തി നടക്കും. ലോക നേതാവ്, കാരുണ്യത്തിന്റെ കേദാരം, അവിടുന്ന് കാണിച്ചു തരാത്ത പാതകളുണ്ടോ? മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള ചരിത്രം അറിയേണ്ടവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്താളുകൾ നോക്കുക. അവിടെ മക്കളോടും പേരമക്കളോടും എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടുത്തെ ലോക നേതാവ് ഭരണാധിപനാണ്. എണ്ണിയാൽ തീരാത്ത ദൗത്യങ്ങൾ നിറവേറ്റുന്നുണ്ട്. എന്നാലും മക്കളുടെയും പേരമക്കളുടെയും ഇടയിൽ കളിക്കാൻ കൂടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കൾക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കും. ഒരു രാത്രിയിൽ ഹസൻ റളിയല്ലാഹു അൻഹു വെള്ളം വേണമെന്ന് പറഞ്ഞു കരഞ്ഞു. കുട്ടിയുടെ ഉമ്മയും ബാപ്പയും, അതായത് അലി റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ വീട്ടിലുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആ കുഞ്ഞിന് വെള്ളം കൊടുത്തത്. ഒരിക്കൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവരെ ചുംബിക്കുന്നത് അക്രാഹ് ഇബ്നു ഹാബിസ് എന്നിവർ കണ്ടു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരാളെയും ചുംബിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവൻ അള്ളാഹു കരുണ കാണിക്കുകയില്ല. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നപ്പോൾ പേരക്കിടാങ്ങളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ കയറിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുന്തിയ തരം വാഹനം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വാഹനത്തിൽ ഇരിക്കുന്നവരും മുന്തിയവർ തന്നെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലായിരിക്കെ ഹസൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുതുകിൽ കയറിയിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു മുതുകിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ദീർഘിപ്പിക്കുകയാണ് ചെയ്തത്. ഒരർത്ഥത്തിൽ രാജപുത്രി എന്ന് വിശേഷിപ്പിക്കാമല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ. അന്നത്തെ ഇസ്ലാമിക ഭരണാധിപനാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഏതൊരു ഭരണാധിപനും അവരിലേക്ക് ദാരിദ്ര്യം എത്താറില്ല. എന്നാൽ തുല്യതയില്ലാത്തതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണകാലം. എന്റെ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണെങ്കിലും കട്ടത് എങ്കിലും അവളുടെ കൈ ഞാൻ മുറിക്കും എന്ന പ്രഖ്യാപനം ഒന്ന് ഓർത്തു നോക്കൂ. ലോകാവസാനം വരെയുള്ള എല്ലാ ഭരണാധികാരികൾക്കും സമ്പൂർണ്ണ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ അനുയായികളെയും അധിക്ഷേപിക്കുന്നവർ ആധുനിക യുഗത്തിൽ നിന്ന് മറഞ്ഞ അജ്ഞരായ, നാമം മാത്രം നിറഞ്ഞ മുസൽമാനായ വ്യക്തികളിൽ നോക്കി മാത്രമല്ല ഈ പരിശുദ്ധ മതത്തെ വിലയിരുത്തേണ്ടത്. ആ തിരുജീവിതത്തിലെ പാഠങ്ങൾ ഗ്രഹിച്ചാൽ ഏതൊരു ബുദ്ധിമാനും 1000 വട്ടം സമ്മതിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സാദൃശ്യമാവാൻ ലോകത്ത് ആരുമില്ല എന്ന്. അവിടുത്തെ സഹനം ഒരു സമൂഹത്തെ ആകമാനം സ്വാധീനിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നിവർ പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ ഒരു പായയിൽ കിടക്കുകയായിരുന്നു. ആ പുണ്യ ശരീരത്തിൽ മുഴുവനും പായയുടെ അടയാളം പതിഞ്ഞിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലൊന്ന് കണ്ണോടിച്ചു. അവിടെ ഉണ്ടായിരുന്നത് വിരലിൽ എണ്ണാവുന്ന സാധനങ്ങളാണ്. ദയനീയമായ സ്ഥിതി കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കണ്ണു നിറഞ്ഞു. അള്ളാഹുവിന്റെ ദൂതരെ, അവിടുത്തേക്ക് ഒരു വിരിപ്പ് ആകാമായിരുന്നില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇങ്ങനെ, ഉമറെ, ഞാനും ഭൗതിക ലോകവും തമ്മിൽ എന്തിരിക്കുന്നു? അത്യുഷ്ണമുള്ള സമയത്ത് യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ് ഞാൻ. ആ യാത്രക്കാരൻ ചൂട് കൂടുന്ന സമയത്ത് അല്പം വിശ്രമിക്കാൻ മരത്തണലിൽ ഇരിക്കുന്നു. വിശ്രമത്തിന് ശേഷം അയാൾ യാത്ര തുടരും. അയാൾ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. ഞാനും ഈ ലോകവും ഉള്ള ബന്ധം അത്രയുള്ളൂ ഉമറെ.
ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് പിന്നെ എങ്ങനെയാണ് വിഭവസമൃദ്ധമാകുന്നത്? ഒരു നേരം വിശപ്പടക്കിയാൽ ഒരു നേരം പട്ടിണിയാകും എന്ന് പറഞ്ഞ നേതാവിന്റെ പുത്രിയാണല്ലോ അവർ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ മുസൽമാന്റെ നേതാവായ കണ്ണിലുണ്ണി അത് എപ്പോഴാണ് വയറ് നിറച്ചത്? അത് ഉണ്ടായിരിക്കുമോ കുഞ്ഞുകാലത്തല്ലാതെ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശപ്പിന്റെ കാഠിന്യത്താൽ താഴ്ന്ന തരം കാരക്കെങ്കിലും ലഭിക്കുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, തുടർച്ചയായ രാത്രികളിൽ കാലിയായ വയറുമായി കഴിയുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് ഒരിക്കൽ ഒരു റൊട്ടി ചുടാനുള്ള മാവ് കിട്ടി. ഒരൊറ്റ റൊട്ടി മാത്രം. ഫാത്തിമ മോൾ അത് ചുട്ടെടുത്ത്. വിശന്നിരിക്കുന്ന ഉപ്പയെ അവൾക്ക് അറിയാം. തനിക്ക് കിട്ടിയത് തന്റെ ഉപ്പാക്കും ഒരു ഓഹരി കൊടുക്കണം. ഉപ്പക്കരികിലേക്ക് പോയി ആ റൊട്ടി ഉപ്പാക്ക് കൊടുത്തു. ഉപ്പ ചോദിച്ചു, ഇതെന്താ മോളെ ഫാത്തിമ? ഫാത്തിമ പറഞ്ഞു, ഞാൻ ചുട്ടെടുത്ത റൊട്ടിയാണ്. എനിക്ക് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റില്ല ഉപ്പ പട്ടിണി കിടക്കുമ്പോൾ. ഒരു കഷ്ണം റൊട്ടി മകൾ ഉപ്പാക്ക് കൊടുത്തു. പിതാവ് ഭക്ഷിച്ചു. അള്ളാഹുവിനെ സ്തുതിച്ചു. മോളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു, മോളെ, നിന്റെ ഉപ്പായുടെ വയറ്റിലേക്ക് 3 ദിവസത്തിന് ശേഷം ആദ്യമായി ചെല്ലുന്ന ഭക്ഷണമാണ് ഇത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്റെ പൊന്നുമോൾ ഒരു മൂലയിൽ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് തളർന്ന് ചാരിയിരിക്കുന്നു. വിശപ്പിന്റെ കാഠിന്യം ആ മുഖത്ത് കാണാം. പേരുമക്കൾ വിശപ്പിന്റെ കാഠിന്യത്താൽ കിടന്നുറങ്ങുകയാണ്. ആ കണ്ണുകൾ ഉപ്പയും മകളും വളരെ സങ്കടത്താൽ നോക്കി. സങ്കടത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു. ഒന്നും കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല ഉപ്പാന്റെ കൈവശം. ഉപ്പാനോട് ഒന്ന് ചോദിച്ചതും ഇല്ല പൊന്നുമോൾ. കുടുംബത്തിന് ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും കഴിയാതെ വന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നമ്മുടെ വീട്ടിൽ വിൽക്കാൻ പറ്റിയ എന്തെങ്കിലും ഉപകരണങ്ങളുണ്ടോ? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നമുക്ക് ലഭിച്ച ഒരു പുതപ്പുണ്ട്, അത് ഉപയോഗിക്കാത്തതാണ്. എങ്കിൽ അതിങ്ങ് തരൂ, അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് നോക്കട്ടെ, നമുക്ക് ഒരു നേരത്തെ വിശപ്പെങ്കിലും അടക്കാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആ പുതപ്പെടുത്തു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹു അത് വിൽക്കാനായി നടന്നു. വഴിയിൽ ഒരാളെ കണ്ടു. അലി റളിയല്ലാഹു അൻഹു അയാളോട് പറഞ്ഞു, ഈ പുതപ്പ് വിൽക്കാനുള്ളതാണ്, താങ്കൾക്ക് ആവശ്യമുണ്ടോ? അയാൾ ആ പുതപ്പ് വാങ്ങി നോക്കി. അയാൾ പറഞ്ഞു, 6 ദിർഹം തരാം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് മതി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു 6 ദിർഹമിന് ആ പുതപ്പ് വിറ്റു. അലി റളിയല്ലാഹു അൻഹു എന്ന കുടുംബനാഥന് എന്തെന്നില്ലാത്ത സന്തോഷം. പ്രവാചക പുത്രിക്കും മക്കൾക്കും ഒരു നേരത്തെ വിശപ്പടക്കാനുള്ള വകയായല്ലോ, അൽഹംദുലില്ലാഹ്. അലി റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചു നടന്നു. അപ്പോൾ അതാ വഴിയിൽ ഒരു യാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു യാചകനാണ്, പാവപ്പെട്ടവനാണ്, വിശക്കുന്നുണ്ട്, എന്തെങ്കിലും തരണമെന്ന്. തിരുസവിധത്തിൽ നിന്നും 1000 മാതൃകകൾ പഠിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ ഒരു യാചകൻ വിശപ്പടക്കാൻ കേഴുന്നത് കണ്ടപ്പോൾ തന്റെ കുടുംബം പട്ടിണിയായി ഉറങ്ങുന്ന കാര്യം അലി റളിയല്ലാഹു അൻഹു മറന്നുപോയി. മൂലയിൽ തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ട തന്റെ പത്നിയെ മറന്നു. കയ്യിലുണ്ടായിരുന്ന ആ 6 ദിർഹം അത് ആ യാചകന് നൽകി. തൗഫീഖ് തന്ന അള്ളാഹുവിനെ സ്തുതിച്ചു. ഇപ്പോൾ പുതപ്പുമില്ല, ദിർഹമുമില്ല. ശൂന്യമായ കൈകളോടെ മഹാനവറുകൾ തിരിച്ചു നടന്നു. കുറച്ചകലെ എത്തിയപ്പോൾ ഒരാൾ ഒരു കുതിരയെയും കൊണ്ടുവരുന്നു. അയാൾ അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു. അയാൾ പറഞ്ഞു, ഈ കുതിര വിൽക്കാനുള്ളതാണ്. വീട്ടിൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ കഴിവില്ലാത്ത അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ കയ്യിൽ പണമില്ല. എങ്കിൽ വിഷമിക്കേണ്ട, എനിക്ക് ഇതിന് 100 ദിർഹം വേണം. നിങ്ങൾ ഇതിനെ വിറ്റതിന് ശേഷം എനിക്ക് തന്നാൽ മതി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ആ കുതിരയെ വാങ്ങി. അങ്ങനെ കുതിരയെയും കൊണ്ട് നടന്നു നീങ്ങി. കുറച്ചകലെ എത്തിയപ്പോൾ ഒരാൾ ചോദിച്ചു, കുതിരയെ വിൽക്കാനാണോ? അതെ. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തു വേണം, എന്തു തരും? അയാൾ പറഞ്ഞു, ഞാനൊരു 160 ദിർഹം തരാം. അലി റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. അലി റളിയല്ലാഹു അൻഹു ആ കുതിരയെ 160 രൂപക്ക് വിറ്റു. തനിക്ക് കുതിരയെ തന്ന ആൾക്ക് അലി റളിയല്ലാഹു അൻഹു ആ 100 ദിർഹം തിരിച്ചു കൊടുത്തു. ഇനി 60 ദിർഹമുണ്ട്. 6 ദിർഹം തന്റെ നിർണായക ഘട്ടത്തിൽ 6 ദിർഹം തന്റെ നിർണായക ഘട്ടത്തിൽ ദാനം ചെയ്തതിന്
അതിന്റെ 10 ഇരട്ടി 60 ദിർഹം അള്ളാഹു ഉടനെ തന്നെ നൽകുകയാണ്. ആദ്യം യാചകനായി വന്നത് ജിബ്രീൽ അലൈഹിസ്സലാമും പിന്നെ കുതിരയെ വേടിക്കാൻ വന്നത് മീകായിൽ അലൈഹിസ്സലാമും ആയിരുന്നു എന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. പുന്നാര നബി തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിക്ക് വാടക വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പരുക്കൻ ജീവിതമാണ് ജീവിക്കേണ്ടി വന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് തുടർന്ന് കേൾക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ചരിത്രകഥ എല്ലാവരും തുടർന്ന് കേൾക്കുക.